ഒരു കടയാണ് മൊബൈൽ ആക്സസറീസ്, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയുള്ള കട. എന്നാൽ എപ്പോഴും വൻ തിരക്കുള്ള കടയാണ്. ഈ സംശയത്തിന് പിന്നിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ വലിയൊരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചെറിയ 2 ഷോപ്പുകളാണ് പ്രധാനമായും തട്ടിപ്പ് കേന്ദ്രം. ഇവ രണ്ടും ഫോട്ടോ കോപ്പി സർവീസ് മുതൽ ടിക്കറ്റ് സേവനങ്ങൾ വരെ നൽകുന്ന ചെറുകിട സ്ഥാപനങ്ങളാണ്. രാത്രിയും പകലും പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനങ്ങളിൽ എന്താണ് ഇത്ര തിരക്കുന്ന സംശയമായിരുന്നു പെരുമ്പാവൂർ പോലീസിനെ നിരീക്ഷണത്തിന് പ്രേരിപ്പിച്ചത്. സംശയത്തിന് പിന്നാലെയുള്ള തുടർച്ചയായ നിരീക്ഷണത്തിൽ ഒരു കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കടയിൽ നിന്ന് മടങ്ങുന്നവരുടെ കയ്യിലെ ചില പുത്തൻ രേഖകളായിരുന്നു അത്. സംശയം ബലപ്പെട്ട പോലീസ് കടകൾ നല്ല രീതിയിൽ തന്നെ പരിശോധിക്കാൻ തുടങ്ങി. ഇതോടെ പോലീസിന് മുന്നിൽ തെളിഞ്ഞത് വ്യാജരേഖാ നിർമ്മാണത്തിന്റെ വലിയ സംഘത്തെ തന്നെയായിരുന്നു. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ എന്ന പരിപാടിയുടെ ഭാഗമായി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. കടയിൽ പരിശോധന നടത്തിയ പോലീസ് സംഘം ലാപ്ടോപ്പുകൾ, പ്രിന്ററുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയ്ക്ക് പുറമെ 75,000 രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അസം സ്വദേശികളായ ഹരിജുൾ ഇസ്ലാം എന്ന 26 വയസ്സുകാരനും റൈഹാനുദ്ദീൻ എന്ന 20 വയസ്സുകാരനുമാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള കടകൾ ലീസിനെടുത്ത് അസം മൊബൈൽ ഷോപ്പ്, മൈത്രി മൊബൈൽ എന്നീ ഷോപ്പുകൾ നടത്തി വരികയായിരുന്നു ഇവർ. റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, മണി ട്രാൻസ്ഫർ എന്നിവയായിരുന്നു കടകൾ പരസ്യമായി വാഗ്ദാനം ചെയ്തിരുന്ന സേവനങ്ങൾ. എന്നാൽ ഇതിനു മറവിൽ ഇവർ ആധാർ കാർഡ് ഉൾപ്പെടെ വ്യാജമായി നിർമ്മിച്ച് നൽകുകയും ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഷോപ്പുകളിലെ പ്രധാന ഉപഭോക്താക്കൾ. ഇവിടെ 300 മുതൽ 500 വരെ രൂപയ്ക്കാണ് വ്യാജ ID കാർഡുകൾ തയ്യാറാക്കി നൽകിയിരുന്നത്. യഥാർത്ഥ ആധാർ കാർഡുകളോ അവയുടെ പകർപ്പുകളോ ഉപയോഗിച്ചായിരുന്നു പ്രതികൾ വ്യാജ കാർഡുകൾ നിർമ്മിക്കുന്നത്. യുണീക്ക് ID നമ്പറിന്റെ ചില അക്കങ്ങൾ, പ്രത്യേകിച്ച് അവസാന 4 അക്കങ്ങൾ മാറ്റി പേരുകളും വിശദാംശങ്ങളും തിരുത്തും. യഥാർത്ഥ ഫോട്ടോയ്ക്ക് പകരം വ്യാജരേഖ തേടുന്ന വ്യക്തിയുടെ ഫോട്ടോ പതിച്ച് നൽകുന്നതായിരുന്നു ഇവരുടെ രീതി. റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം വ്യാജ ആധാർ കാർഡുകൾ പ്രധാനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ മൊബൈൽ സിം, മറ്റ് ഔദ്യോഗിക രേഖകൾ എന്നിവ സ്വന്തമാക്കാൻ ഇത്തരം വ്യാജരേഖകൾ ഉപയോഗിച്ചിരുന്നോ എന്നാണ് ഇപ്പോൾ പോലീസ് കൂടുതലായി അന്വേഷിക്കുന്നത്. വ്യാജ ആധാർ കാർഡുകൾ സ്വന്തമാക്കിയവരെ കുറിച്ചും തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വ്യാജരേഖകൾ സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കൊച്ചിയിലെ എടവനക്കാട് ബംഗ്ലാദേശി ദമ്പതികൾ പിടിയിലായ സംഭവം ഈ ഇടയ്ക്കായിരുന്നു. വ്യാജ ആധാർ കാർഡുകൾ, തിരഞ്ഞെടുപ്പ് ID കാർഡുകൾ, പശ്ചിമ ബംഗാളിൽ നിന്ന് ലഭിച്ച ജനന സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ വ്യാജരേഖകളുമായിട്ടായിരുന്നു ദമ്പതികൾ കഴിഞ്ഞു വന്നിരുന്നത്. കേരളത്തിൽ ഈ ദമ്പതികൾ വ്യാജരേഖ ഉപയോഗിച്ച് ഭൂമി പോലും വാങ്ങിയിരുന്നു. അതിനാൽ പെരുമ്പാവൂരിലെ കടകളിൽ നിന്നുള്ള വ്യാജ ID കൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്.